ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. മത്തായി രേഖപ്പെടുത്തിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യമാണിത്. ആത്മാവിൽ ദരിദ്രരായവർ എങ്ങനെയാണ് ഭാഗ്യവാന്മാരാകുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നത്? അതിൻ്റെ ശരിയായ അർത്ഥം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെയും അനുഗ്രഹങ്ങളാണ്. അതിൽ ആദ്യത്തെ അനുഗ്രഹമാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് യേശു കർത്താവ് പറയുന്നു. നമ്മുടെ കാലത്തുന്നതുപോലെ അന്ന് കാലത്തും വളരെയധികം പണം ഉണ്ടാക്കുന്നതും ആരോഗ്യമുള്ളവരും അല്ലെങ്കിൽ വളരെ സമ്പത്തുള്ളവരുമൊക്കെയാണ് ഭാഗ്യമായിട്ടുള്ള അവസ്ഥയായി കണക്കാക്കിയിരുന്നത്. അങ്ങനെയുള്ള ഒരു ജനതയുടെ നടുവിലേക്കാണ് യേശു കർത്താവ് ചെന്നിട്ട് പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്താണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം? നാം ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപദേശങ്ങളിൽ ഒന്നാണ്. ഈ ലോകത്തിൽ പണം എങ്ങനെ സമ്പാദിക്കാം, ആരോഗ്യം എങ്ങനെ നേടാം, ഇതിനൊക്കെ ഉപരിയായി അവരുടെ ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ഉപദേശം, ഒരു ഇൻസ്ട്രക്ഷൻ അവർക്ക് ഈ വിഷയമായിരിക്കും. ഈ ലോകപ്രകാരമുള്ള ദാരിദ്ര്യത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത്, നമ്മുടെ ആത്മാവിൻ്റെ ദരിദ്രമായിട്ടുള്ള അവസ്ഥ. ഈ ലോകത്തിൽ വളരെ സമ്പന്നനായിരിക്കുന്ന ഒരു വ്യക്തിക്കും ആത്മാവിൽ ചിലപ്പോൾ ദാരിദ്ര്യം ഉണ്ടാകാം. ഇതിൻ്റെ അർത്ഥം എങ്ങനെയുള്ള ഒരു മനസ്സാണ് ദൈവസന്നിധിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, എങ്ങനെയുള്ളവരാണ് സ്വർഗരാജ്യത്തിലേക്ക് അവകാശികളായി അതിലേക്ക് പ്രവേശിപ്പാൻ യോഗ്യരായിട്ടുള്ളത്. യെശയ്യാ പ്രവാചകൻ തന്റെ 66-ാം പുസ്തകം 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ മനസ്സ് തകർന്ന് അരിഷ്ടനായി അവന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യനെ കടാക്ഷിക്കുന്നൊരു ദൈവം, അങ്ങനെ ഒരു മനസ്സ് അത് നമുക്കുണ്ടോ? യെശയ്യാ പ്രവാചകൻ തന്നെ തന്റെ 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള അവസ്ഥ, നമ്മുടെ ആത്മീകമായിട്ടുള്ള അവസ്ഥ, അങ്ങനെ ഒരു മനസ്സ്, ഞാൻ പാപിയാണ്, എൻ്റെ ഉള്ളിൽ പാപമുണ്ട്, വിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്. നാം പുതിയ നിയമത്തിലും കാണുന്നത് എന്താണ്? പരീക്ഷനായിട്ടുള്ള ഒരു വ്യക്തി, ചുങ്കക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, രണ്ടുപേരും ആലയത്തിലേക്ക് കടന്നു വരുന്നു. പരീക്ഷനായിട്ടുള്ള വ്യക്തി പറയുന്നത്, തൻ്റെ ന്യായപ്രവർത്തികൾ, തൻ്റെ നീതിപ്രവർത്തികളൊക്കെയും വർണ്ണിച്ച് ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനായ പാപിയെ പോലെയുള്ള മനുഷ്യനാകാത്തത് കൊണ്ട് ഞാൻ ശ്രേഷ്ഠനായിരിക്കുന്നു. ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹം കടന്നു വന്നത്. എന്നാൽ ചുങ്കക്കാരനായിട്ടുള്ള വ്യക്തി കടന്നു വരുന്നത്, അവൻ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ ഞാൻ പാപിയായ മനുഷ്യൻ എന്ന് വിളിച്ചു പറയുന്നു. യേശു കർത്താവ് പറയുന്നത്, അങ്ങനെ മാറത്തടിച്ച് തൻ്റെ ദരിദ്രാവസ്ഥ മനസ്സിലാക്കി ദൈവത്തോട് നിലവിളിച്ച ആ ചുങ്കക്കാരൻ, ആ വ്യക്തിയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കടാക്ഷം പ്രാപിക്കുവാനിടയായിത്തീരുന്നത്. പഴയ നിയമത്തിൽ ദാവീദ് രാജാവ് നാഥാൻ പ്രവാചകനുമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്നു. നാഥാൻ പ്രവാചകൻ വന്ന് പറയുന്നു, നീ തന്നെയാണ് ആ പാപിയായ മനുഷ്യൻ. ആ നിമിഷം തന്നെ താൻ നിലത്ത് വീണ് പശ്ചാത്തപിക്കുവാൻ, ദൈവത്തോട് കരയുവാൻ ദാവീദ് രാജാവ് തൻ്റെ പദവികളോ താൻ രാജാവായിരിക്കുന്നു എന്നുള്ള വിഷയമൊന്നും അവിടെ തടസ്സമായില്ല. അതുകൊണ്ടാണ് ദാവീദ് രാജാവിനെ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിലെ സമ്പത്തിൻ്റെ ദാരിദ്ര്യമല്ല, ഈ ലോകത്തിലെ സമ്പത്തിൻ്റെ ഉന്നതിയുമല്ല, സമ്പത്തിൻ്റെ വിഷയമേ അല്ല ഇവിടെ പറയുന്ന ദരിദ്രമായിട്ടുള്ള അവസ്ഥ. ഇത് ആത്മാവിലുള്ള ദാരിദ്ര്യമാണ്. നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കുന്നു? ഈ അവസ്ഥയിൽ നമ്മൾ എങ്ങനെ കർത്താവിൻ്റെ മുമ്പിലേക്ക് വരുന്നു? ആ ആവശ്യം മനസ്സിലാക്കുന്നവർക്കാണ് സ്വർഗരാജ്യം അവകാശമായിട്ടുള്ളത്. ഈ ബിയാറ്റിറ്റ്യൂഡ്സ് യേശു കർത്താവ് അവർക്ക് വർണ്ണിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ തുടക്കം തന്നെ സ്വർഗരാജ്യം ആർക്ക് അവകാശമായിരിക്കുന്നു, അതിൻ്റെ ആദ്യത്തെ അവസ്ഥ യേശു കർത്താവ് അവിടെ ഒരു ഫൗണ്ടേഷൻ അവിടെ ബിൽഡ് ചെയ്യുകയാണ്. അവരിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ മനസ്സുമായിട്ട് വരിക, ആത്മാവിൽ ദരിദ്രമായിട്ടുള്ളൊരവസ്ഥ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെയുള്ളവരെയാണ് യേശു കർത്താവ് സ്വർഗത്തിലേക്ക് ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വചനങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കുക. അത് ജീവിതത്തിൽ എന്നേക്കും പ്രയോജനമാകും. വരുവാനുള്ള തലമുറയ്ക്കും അത് ഏറ്റവും അനുഗ്രഹമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.